ഒരുപാട് കുടുംബങ്ങൾ തകർക്കുകയും തീരാവേദനകൾ സമ്മാനിക്കുകയും ചെയ്ത ഒന്നാണ് അതിരുവിട്ട പ്രണയം. സ്നേഹം ഒരു വിശുദ്ധ വികാരമാണ്. എന്നാൽ അതിരടയാളങ്ങൾ ലംഘിച്ച് ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് സംഭവിക്കാൻ പാടില്ല. ഒരു ഭ്രാന്താലയത്തിൽ ഒരാൾ തല തല്ലി കരയുന്നത് കണ്ടു. ഏതോ പ്രണയനഷ്ടമാണത്രേ അയാളെ ഭ്രാന്തനാക്കിയത്. അതേ ഭ്രാന്താലയത്തിലെ മറ്റൊരു സെല്ലിൽ വേറൊരാൾ തല തല്ലി കരയുന്നു. ആദ്യത്തെയാൾ ഒഴിവാക്കിയ പെണ്ണിനെ വിവാഹം ചെയ്ത ആളായിരുന്നു അത്. ആ വിവാഹം അയാളുടെ സമാധാനവും ജീവിതവും തകർത്തു. അപ്പോൾ നമുക്ക് നഷ്ടം എന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ നഷ്ടമാകണമെന്നില്ല. നമ്മെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വരെ തള്ളിപ്പറഞ്ഞ് നാം നേടിയെന്ന് കരുതുന്നത് നേട്ടമാകണമെന്നില്ല. നാം ആഗ്രഹിക്കുന്ന ആളെയല്ല, ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് നന്മയായ ആളെ ഇണയായി ജീവിതത്തിൽ കിട്ടാൻ പ്രാർത്ഥിക്കുക. ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് ഇഷ്ടം അറിയിച്ചുവെങ്കിൽ ഏറ്റവും നേരത്തെ മാതാപിതാക്കളുമായി ചർച്ച ചെയ്ത് ഉടനെ വിവാഹ താൽപര്യം അറിയിക്കുക. ഖൈറാണെങ്കിൽ വിവാഹം നടത്തിക്കൊടുക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. വിവാഹിതർ മറ്റൊരാളുമായി പ്രണയത്തിൽ അകപ്പെടുന്നത് ഇബിലീസിന്റെ കളിയാണ്. ബലിഷ്ഠമായ ഒരു കരാറിലേർപ്പെട്ട ശേഷം അതിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. തെറ്റും കുറ്റവുമാണത്. യഥാർത്ഥ പ്രണയം വിവാഹത്തോടെ ആരംഭിക്കട്ടെ. തുടർന്ന് ജീവിതത്തിലുടനീളം പ്രണയം പൂത്തുല്ലസിക്കട്ടെ. കുടുംബജീവിതം പ്രണയസുരഭിലവും സന്തോഷസുന്ദരവുമാകട്ടെ. നാഥൻ നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു, നിങ്ങൾക്ക് സമാധാനത്തോടെ ഒത്തുചേരാൻ. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. ഇതൊക്കെയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടവയാണ്. സംശയമില്ല, വിചാരശാലികളായ ജനത്തിന് ഇതിലെല്ലാം നിരവധി തെളിവുകളുണ്ട്. പടച്ചവൻ നമുക്ക് സംതൃപ്തിയും സന്തോഷവുമുള്ള ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ.